പ്രിയമുള്ളവരെ, ഇന്ന് ഞങ്ങള് നല്ലൊരു സായാഹ്നം, ഇന്നത്തെ സായാഹ്നത്തില് നമ്മുടെ ലാബിദിന്റെ വീട്ടിലാണ് എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. വളരെ രസകരമായ സിമ്പിളായിട്ടാണ് കുരുമുളക് കൃഷി ചെയ്തത്. അതുപോലെ തന്നെ ജാതിയുടെ മരങ്ങൾ ഒക്കെ ഡ്രിപ്പ് ഇറിഗേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു മനോഹരമായ ഒരു തോട്ടവും നല്ല നടന്നു പോകാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണിത്. ലാബിദ് കൃഷിയിൽ വളരെയധികം താല്പര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ തോട്ടത്തിലേക്ക് കയറിയാൽ തന്നെ ഇതിന്റെ എല്ലാ മനോഹാരിതയും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്താണ് നിങ്ങൾ ഈ ഇങ്ങനെ ഒരു നല്ലൊരു ഫാമിംഗ് തിരഞ്ഞെടുക്കാൻ ഉള്ള മോട്ടീവ്? ഒന്നാമത് നമ്മളെ പഴയ തലമുറ ചെയ്തൊരു കാര്യമാണിത്. ഇപ്പോഴത്തെ തലമുറ ഇത് ചെയ്യൂല. മക്കള് ആർക്കും ഒരു താല്പര്യമില്ലാത്തൊരു വിഷയമാണ് ഇതൊക്കെ. ഒന്നാമത് എന്റെ മക്കൾ തന്നെ ചിലപ്പോ ഒരു മുറ്റം എന്ന സംഭവം ചിലപ്പോൾ വീടിന് താല്പര്യം ഉണ്ടാവില്ല. ഒരു ഫ്ലാറ്റ് ജീവിതത്തിലേക്കൊക്കെ ഇപ്പോൾ ബാംഗ്ലൂർ പഠിക്കുകയാണ്. അപ്പോൾ പക്ഷെ നമ്മളിവിടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക ഇങ്ങനത്തെ ഒരു സംവിധാനം. അതായത് ഇതൊരു പലരും ഇവിടെ വന്ന് ഇതൊക്കെ നോക്കി പോകുമ്പോൾ ഇവിടെ ഈ പ്രത്യേകിച്ച് ജാതി എന്ന് പറഞ്ഞ മരം തന്നെ എവിടെയില്ല, അത്ര അവസ്ഥയാണ്. അപ്പോൾ അതിനൊരു വലിയൊരു മാറ്റം നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇവിടെ വന്ന് പലരും എൻജോയ് ചെയ്ത് പോകുമ്പോൾ ഇതുപോലെ ആരെങ്കിലും ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യട്ടെ. ഇത് എത്ര ഏക്കറുണ്ട് മൊത്തം? ഇത് 3ന്റെ മേലെ സ്ഥലമുണ്ട്. എല്ലാ കൃഷികളും ഉണ്ട്. മെയിനായിട്ടുള്ളത് തെങ്ങ്, കവുങ്ങ്, ജാതി, പുറമെ പിന്നെ എല്ലാ ടൈപ്പ് വാഴ, മറ്റ് ചേമ്പ്, ചേനങ്ങളെ കാര്യങ്ങളൊക്കെ ഫുൾ ടൈം. കോവക്ക, കുരുമുളക് ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ കോവിഡ് സമയത്തൊന്നും ഒരു സാധനം പുറത്തുനിന്ന് കൊണ്ടുവന്നില്ലെങ്കിലും നമുക്ക് ജീവിക്കാനുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് നാച്ചുറലായിട്ട് മാറ്റം വരുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇതുപോലെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒരു മറ്റുള്ളവർക്കൊരു പ്രചോദനമാകും എന്നുള്ളത് വലിയൊരു വിഷയമാണ്. മനസ്സിന് വളരെ സുഖം വെച്ചാൽ നമ്മൾ ഇതിന്റെ എയർ ഇത് ശ്വസിച്ച് ഇവിടെ കിടക്കുക എന്നുള്ളത്. ഇപ്പൊ ഇവിടെ വീട്ടിൽ ആരും വന്നാലും ഇപ്പൊ ഇന്നലെ അവിടെ പാർക്കിൽ എന്നെ തെരഞ്ഞു വന്നാലും ഞാൻ ചോദിച്ചു വീട്ടിലിരിക്കല്ലേ, ചില നമുക്ക് പാർക്കിൽ അവിടെ ഇരിക്കാം. അപ്പൊ വരുന്നവർക്ക് എന്താ വെച്ചാൽ പുറത്തിരിക്കാൻ ആൾക്കാർക്ക് താല്പര്യം. പിന്നെ ആളുകൾ എന്ത് ചെയ്യിച്ചാൽ കുറച്ച് പൈസ ഒക്കെ ഉണ്ടായാൽ പെട്ടെന്ന് 2 നില അല്ലെങ്കിൽ 3 നില വീടുണ്ടാക്കി 10 സെന്റ് സ്ഥലത്തിൽ അത് കോമ്പൗണ്ട് ചെയ്ത് അതിനുള്ളിൽ ഇരിക്കും. അതിന് പകരം 1 ഏക്കറെങ്കിലും സ്ഥലം എടുത്തിട്ട് മൂലയിൽ ചെറിയൊരു പുര ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ വിശദമായിട്ട് ഇരിക്കുകയാണെങ്കിൽ അതിൽ വലിയൊരു ഇതായിരിക്കും. ആനന്ദമാണ്. എന്റെ അസുഖങ്ങൾ വരില്ല, നമുക്ക് റിലാക്സ് ചെയ്ത് നമുക്ക് എല്ലാം ചെയ്യാം. അതാണ് ഇന്നത്തെ ഏറ്റവും നല്ലൊരു മെസ്സേജ്. ആളുകള് അത്യാവശ്യം ഭൂമിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് അതിനെ മാറ്റം വരുത്തുക എന്നുള്ളതാണ് ലഭീദ്. ഏതായാലും ഈ പാർക്കിൽ തന്നെ എല്ലാ ടൈപ്പ് ജീവികളും അവിടെ വരും. ചമ്പോത്ത് വരെ മക്കൾ എല്ലാ കിളികളും വരും. എല്ലാ കിളിയും വെള്ളം കുടിക്കാനും ഇവിടേക്ക് പ്രോപ്പർ എന്താ പറയാ ഈ ഒരു ഏരിയ? ഇവിടെ കളത്തിങ്ങലാണ്. ഇവിടെ പുൽപ്പറമ്പിലെ കളത്തിങ്ങൽ. അതിപ്പോ പിന്നെ അതായത് 2 കളത്തിങ്ങലുണ്ട് ഇവിടെ. ചേന്നലൊരു കളത്തിങ്ങലുണ്ട്. പുൽപ്പറമ്പ് കളത്തിങ്ങൽ, നാറുകോയി കളത്തിങ്ങലാണ്. ഞങ്ങളെ റിലേഷൻ, ഞങ്ങളെ കുടുംബക്കാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാവരും എപ്പോഴും ഇവിടെ വെറുതെങ്കിലും വരും. രാവിലെ വന്നോ വൈകുന്നേരേ പോവുള്ളൂ. അവിടെ ഇങ്ങനെ നിന്നുകൊണ്ട് അങ്ങനെയുള്ളൊരു ഓക്കെ സർ, വളരെ സന്തോഷം. തീർച്ചയായും യാദൃശികമായിട്ടാണ് ഞങ്ങളോട് എത്തിയതെങ്കിലും ഇവിടെ വന്നപ്പോൾ വല്ലാത്തൊരു ആംബിയൻസ്, വല്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടായത്. അപ്പൊ അത് നിങ്ങളിത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.